പേര് പരിചയപ്പെടുത്തി, സാദിഖ് എന്നാണ്. താമരശ്ശേരിയാണ് സ്വദേശം. ഏതായാലും ഇന്ന് ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് എന്നെ ക്ഷണിച്ച അയ്യൂബ് സാറിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു ബിസിനസ്സിൽ വന്ന എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന അതേ അനുഭവമാണ് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു മാറ്റങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, ഇത് എന്നെ കുറിച്ചാണ്, എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് എന്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ച, ശരിക്കും ഞാനിത് ഇടയ്ക്ക് പറയൽ, എന്റെ 101 പോയത്തങ്ങളിൽ കുറച്ച് പോയത്തങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ എന്നാണ്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രതിയാണ്. ഏതായാലും ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നത് 2019 അതായത് കൊറോണയ്ക്ക് തൊട്ട് മുൻപ് 2019 എന്റെ ഉസ്മാൻ സാർ എന്ന് പറയും, എന്റെ അപ്ലൈന്, എന്റെ വൈഫിന്റെ മൂത്താപ്പയും കൂടിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ വീട്ടില് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി അന്ന് ജസ്റ്റ് അവിടെ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് അദ്ദേഹം എനിക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ചു തന്നു. അന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബിസിനസ് ആദ്യമായി ഞാൻ കേൾക്കുന്നത്. ശരിക്കും ബിസിനസ് ആയിട്ടല്ല കേട്ടത്, ജസ്റ്റ് പ്രോഡക്റ്റുകൾ, അതായത് ആയുർവേദ പ്രോഡക്റ്റുകൾ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാങ്ങി ഉപയോഗിക്കാം, വിൽറ്റാല് നല്ല ലാഭമുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, അല്ലാണ്ട് ബിസിനസ് രീതിയിലൊന്നല്ല. ആ സമയത്ത് നിലവിൽ ഞാൻ ടൈൽസിന്റെ ഫീൽഡിലായിരുന്നു. അതായത് ടൈൽസ് വർക്ക് കോൺട്രാക്ട് എടുക്കുന്നുണ്ട്, വർക്ക് എടുക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു ബിസിനസ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വലിയൊരു സാധ്യത മുന്നിലുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത് നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം എന്നുള്ളൊരു ചിന്ത വന്നത്. അതായത് ടൈൽസിന്റെ മേഖല സ്വതവേ കുറച്ച് മടുപ്പും അല്ലെങ്കിൽ ഒരുപാട് റിസ്ക്കും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നൊന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു തട്ടുകട, ഞങ്ങളെ ചുങ്കം ജംഗ്ഷനിൽ ഒരു തട്ടുകട നടത്തിയിട്ടുണ്ട്. അതിലും വലിയ മെച്ചല്ല, അല്ലെങ്കിൽ അതിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതേപോലെ തന്നെ ഓട്ടോറിക്ഷ, രാത്രി വർക്ക് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള പ്ലാനിങ്. അതായത് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ ലൈഫിൽ ഈ പറഞ്ഞ ടൈൽസിന്റെ പണി മാത്രം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാല് അന്നന്ന് കിട്ടുന്നത് മാത്രമേ ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാവില്ല എന്നുള്ള തോന്നൽ അതേ ഉള്ളിലുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുന്നത്. ശരിക്കും ലീഡേഴ്സ് പറയലുണ്ട്, നമ്മൾ ഈ ബിസിനസ് പറയാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന ആഗ്രഹമുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു നേട്ടങ്ങളൊന്നും വേണ്ട, ഉള്ള ലൈഫ് അങ്ങനെ വലിയ കോട്ടം തട്ടാണ് അങ്ങനെ പോയച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഈ ബിസിനസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ കുറിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ലീഡേഴ്സ് ഇങ്ങനെ പറയാറുണ്ടല്ലോ. അതേ സ്ഥിതിയാണ്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം എന്നോട് ഈ ബിസിനസ് പറയുന്നത്. അപ്പോ സംഭവം കുഴപ്പമില്ല. അദ്ദേഹം കാണിച്ചു തന്ന ഓരോ പ്രോഡക്റ്റുകളും, ഇത് ലിവർഗെയിന്, നെഞ്ചരിച്ചിൽ, ഗ്യാസിനൊക്കെ പറ്റിയതാണ്. അതേപോലെ തന്നെ കഫ്നിയില്, കഫക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 1-2 പ്രോഡക്റ്റുകൾ. അപ്പോ അദ്ദേഹം ഇങ്ങനെ പ്രോഡക്റ്റുകൾ കാണിച്ചു തരുമ്പോ ശരിക്കും ഓരോ പ്രോഡക്റ്റും എന്റെ ഉള്ളിൽ എനിക്ക് വേണ്ടതാണെന്നുള്ള ആ ഒരു ചിന്ത വന്നു. അതായത് നോവേദന ക്യാപ്സ്യൂൾ, അന്ന് ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട് വരുന്ന സമയമാണ്. ഇത് നല്ല ഊരവേദനയൊക്കെ ഉള്ള സമയമാണ്, ടൈൽസിന്റെ വർക്കല്ലേ. അപ്പോ ബാക്ക് പെയിന് പറ്റിയതാണ് നോവേദന ക്യാപ്സ്യൂള്. ലിവർഗെയിന്, ആ സമയത്താണ് നെഞ്ചരിച്ചിൽ കൂടി കിടക്കുന്നത്. കാരണം നെഞ്ചരിച്ചിലിന് സമയത്തിന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് നെഞ്ചരിച്ചിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കാണിച്ചു, ലിവർഗെയിൻ കാണിച്ചു, അതിന്റെ സാമ്പിളൊക്കെ തന്നു. അതേപോലെ തന്നെ കവചപ്രാശം, അതായത് അലർജിക് സംബന്ധമായ പുസ്തകങ്ങൾക്കൊക്കെ കവചപ്രാശം ഉപയോഗിച്ചാൽ നല്ലതാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ വില കണ്ടപ്പോ എല്ലാ ആളുകളും പറയും പോലെ എന്താണ്, വില കുറച്ച് കൂടുതലല്ലേ എന്നൊരു തോന്നല്. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ ഇത് 40% ഡിസ്കൗണ്ട് കിട്ടും. ഐഡിയ എന്താണെന്നോ അല്ലെങ്കിൽ അതെങ്ങനെ എടുക്കുകയാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ 40% ഡിസ്കൗണ്ട് എന്ന് കേട്ടപ്പോ ഞാൻ വേഗം പറഞ്ഞു, അങ്ങനെയാണ് എന്റെ പേരും ലിസ്റ്റ് ഞാൻ തരാം, അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളി എന്ന് പറഞ്ഞു. അപ്പോ ഇവര് പറഞ്ഞു ആയിക്കോട്ടെ, ഇന്ന് തന്നെ ലിസ്റ്റ് ഒക്കെ തന്നോ. അപ്പൊ ഞാൻ എന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്ക് അത് അന്നപ്പോ തന്നെ അങ്ങ് കൊടുത്തു. ഐഡിയ അടിച്ചതിന് ശേഷം അന്ന് നമ്മുടെ മരണപ്പെട്ട ഉമ്മർ സാർ ആയിരുന്നു ഐഡിയ അടിച്ചു തന്നതും ബിസിനസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിട്ട് വിളിച്ചതും. അപ്പോ അദ്ദേഹം രാത്രിയാണ് എന്നെ വിളിക്കുന്നത്, ഐഡിയ എടുത്തിട്ടുണ്ട് സാറേ, ഇതാണ് ഐഡി നമ്പർ എന്ന് പറഞ്ഞു. ഐഡി നമ്പർ ഒക്കെ അയച്ചു തന്നു. അങ്ങനെ ഞാൻ നോർമലി ടൈൽസിന്റെ വർക്കിന് പിറ്റേന്ന് രാവിലെ പോയി. അന്ന് വൈകുന്നേരം ആയപ്പോ എന്നെ വിളിച്ചു, നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് കോഴിക്കോട് നളന്തയിൽ വെച്ചിട്ടാണ്, ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐഡിയ എടുത്ത ആളുകൾ നിർബന്ധമായിട്ടും മീറ്റിങ്ങിന് പങ്കെടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ കൂടുതൽ ബിസിനസിനെ കുറിച്ചും അതല്ലെങ്കിൽ
ഈ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ പഠിക്കാലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്തു, ആ മീറ്റിങ്ങിന് പോയി. ഭൂരിഭാഗം ആളുകളും കമ്പനി GPS കേട്ടുകാണ്ട്, അതല്ലെങ്കിൽ കമ്പനിയുടെ GPS നേരിട്ട് കേട്ടതില് ആക്റ്റീവ് ആയത്, അവിടുത്തെ കുറെ ആളുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടുകാണ്ട് പോസിറ്റീവായിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാണെങ്കിൽ, ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയങ്ങൾ കൂടിയതായിരുന്നു. അതായത് ആ GPS തുടങ്ങുന്ന സമയത്തൊക്കെ ഓക്കെയാണ്, കാരണം പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നു, കമ്പനീന്റെ ആ ഒരു ഗ്രോത്തിനെ കുറിച്ച് പറയുന്നു. പക്ഷെ ഇൻകം പ്ലാൻ, അതായത് നമ്മുടെ ഇൻകം പ്ലാൻ കേട്ട സമയത്ത് എനിക്ക് വല്ലാതെ സംശയം. കാരണം ഈ സോപ്പും പേസ്റ്റും വിറ്റിട്ട് 2,10,000 കിട്ടും എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് വളരെയധികം സംശയം. പറയുന്ന മോട്ടിവേഷൻ ഒന്നും എന്റെ ഉള്ളിലേക്ക് അത്ര കയറിയിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാ, ആ സമയത്തൊക്കെ, അതായത് തുടക്ക സമയമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആളുകളെ അത്രത്തോളം ആയിട്ട് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പിന്നെ അനുസരണാശീലം തുടക്കത്തിലേ എനിക്കില്ലായിരുന്നു. അതായത് ഒരാള് പറയുമ്പോ അത് അതേപോലെ ചെയ്യുക, അയാള് പറയുന്ന രീതിക്ക് മുന്നോട്ടേക്ക് പോവുക, അതായത് ഞാൻ എന്താണോ വിചാരിക്കുന്നത് ആ രീതിക്ക് ചെയ്യുക. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ചൊരു അഹങ്കാരം എന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ ആയിരുന്നു എന്റെ പെരുമാറ്റം. അതായത് ലീഡേഴ്സിനെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ അവര് പറയുന്നത് കേൾക്കുക, അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് കുറച്ച് പ്രോഡക്റ്റുകൾ എടുക്കും, അത് വിൽക്കും, അതുമായി മുന്നോട്ടേക്ക് പോകും. മീറ്റിംഗ്, ട്രെയിനിങ് കാര്യങ്ങളൊന്നുമില്ല. പ്രോഡക്റ്റ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഒന്ന് അറ്റൻഡ് ചെയ്യും. കാരണം പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാതെ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിന് മാത്രം ഒന്ന് അറ്റൻഡ് ചെയ്യാന്നല്ലാണ്ട് ബാക്കിയുള്ള പ്രോഗ്രാമുകൾക്കൊന്നും പോകാറില്ലായിരുന്നു. പിന്നീട് ഒരു 2019 ലാസ്റ്റ് ആയപ്പോ എനിക്ക് നല്ലൊരു അവസരം വന്നു വിദേശത്തേക്ക്, സൗദിയിലേക്ക്. അപ്പോ ഇത് ഏതായാലും വലിയ നടപടി ആവൂല എന്നുള്ളൊരു തോന്നലും, പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു വർഷത്തോളം ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് നടന്നു. എന്റെ കൂടെ പ്രത്യേകിച്ച് ആരും ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് ആളുകളോട് ബിസിനസ് പറഞ്ഞു. അതായത് എന്റെ ഒരു ചിന്താഗതിയിൽ ഞാൻ ഒരുപാട് ആളുകളെ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ ഒരുത്തനെ ഞാൻ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഓനെ പിന്നെ ക്ഷണിച്ചിട്ട് വന്നിട്ടുമില്ല. ഏത് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്ത് കാണും, ഓനെ പറഞ്ഞു വെച്ചത് കൊണ്ട് ഓനെ പിന്നെ വിളിച്ചിട്ട് ഓനും ഇങ്ങോട്ട് വരുന്നുമില്ല. അങ്ങനെ കുറെ, അതായത് നാട്ടിലാണെങ്കിൽ അത്യാവശ്യം ഓൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പാണ്. ഞാൻ ആ പറഞ്ഞു കൊടുത്തത് അങ്ങനെ തന്നെ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ നോക്കിയിട്ടും ഇതിൽ ഞാൻ സക്സസ് ആവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാ, ഈ ബിസിനസിന്റെ ഒരു എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ഒരു ലീഡറായിട്ട് മാറണം, ഒരു പ്രൊഡക്റ്റ് ട്രെയിനർ ആവണം, അതുപോലെ ടീമിനെ ക്രിയേറ്റ് ചെയ്യണം, ടീമിനെയും കൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. ഇതൊന്നും എനിക്ക് നടക്കില്ല, അതല്ലെങ്കിൽ ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് പറയാ, നിങ്ങളുടെ എത്ര പേർക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും എനിക്ക് അറിയില്ല. അതേപോലെ തന്നെ ഒരു ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ആളുകൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുക, ഒരു കൺഗ്രാജുലേഷൻസ് എന്ന് ടൈപ്പ് ചെയ്ത് വിടാൻ എനിക്ക് കഴിയില്ലായിരുന്നു. കാരണം എഴുതി വിടല് ഞാൻ വിടും, പക്ഷെ പിന്നീട് അത് വായിക്ക കോൺഗ്രസ് എന്നാണ്. അതായത് പല ആളുകളും ആ കൺഗ്രാജുലേഷൻസ് ഞാൻ എഴുതി അയച്ചിട്ട് പല ആളുകളും വിളിച്ച്, നീ എന്താ കോൺഗ്രസ് എന്ന് വിട്ടത് എന്നുള്ള ചോദ്യം വരെ വരുന്നു. അപ്പോ മനസ്സിലാക്കുക, അത്രയും യോഗ്യത ഇല്ലാതെ ഈ ഒരു പരിപാടിക്ക് ഞാൻ നിന്നിട്ട് കാര്യമല്ല. എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് റെഡി ആവും എന്നുള്ള ആ ഒരു ധാരണയില് 2019 ലാസ്റ്റ് ആയപ്പോൾ ഞാൻ വിദേശത്തേക്ക് കടന്നു. സൗദി അറേബ്യയിലായിരുന്നു 1.5 വർഷം. അതായത് 6 മാസത്തെ വിസിറ്റിങ് എന്നുള്ള രീതിയിലാണ് പോയത്. അഥവാ അവിടെ സെറ്റ് ആവുകയാണെങ്കിൽ അവിടെ നിൽക്കുക, അതല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോരാം എന്നുള്ള രീതിയിലാണ് സൗദിയിലേക്ക് പോണത്. ഞാൻ അവിടെ ചെന്നിറങ്ങലും ലോകം മൊത്തം ലോക്ക്ഡൌണിലേക്ക് പോയി. അതായത് ഞാൻ സൗദിയിൽ കാല് കുത്തലും മൊത്തത്തിൽ ലോക്ക്ഡൌണാണ്. എവിടേക്കും പോകാനും പറ്റൂല, തിരിച്ച് നാട്ടിലേക്കും പോരാൻ പറ്റൂല. ഏതായാലും വന്നതല്ലേ, അവിടെ ഉള്ള ജോലിയുമായിട്ട് മുന്നോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞു കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ ഇവിടെ നാട്ടിൽ കൊണ്ടുവരും. ഈ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് 3 കുപ്പി കവചപ്രാശം കൊണ്ടുപോയിരുന്നു. ഞാൻ അതും അവിടുന്ന് യൂസ് ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ പല ആളുകൾക്കും കൊറോണ ബാധിച്ചപ്പോഴും എനിക്കെന്ത് സംഭവിച്ചില്ല, കൊറോണ ബാധിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗത്തില്. ഒരുപാട് പ്രോഡക്റ്റുകൾ, അതായത് പ്രോഡക്റ്റിന് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു. 1.5 വർഷം അവിടെ നിന്നപ്പോ ശരിക്ക് അവിടുത്തെ ആ ഒരു പണിയും കാര്യങ്ങളും, ഇത് ആട് ജീവിതം എന്ന് പറഞ്ഞ മാതിരി വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച് നിൽക്കുന്ന സമയത്താണ് നാട്ടില് എന്റെ ലീഡേഴ്സും എന്റെ അപ്ലൈനും ഒക്കെ ഓരോ ഫോട്ടോസ്, ഓരോ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ്, ടൂറ് പോയിട്ടുള്ള ഫോട്ടോസ്, ഇവിടെ അവര്
ചെയ്യുന്നത് വളരെ എൻജോയ്മെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. എനിക്ക് എന്റെ ഉള്ളിൽ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇട്ടുകാണ് ഞാൻ അവിടെ പോയി കഷ്ടപ്പെടുകയാണ്. പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടൂല എന്നുള്ള തോന്നലാണ്. രണ്ടും കൽപ്പിച്ച് ഒരു 1.5 വർഷം അവിടെ തള്ളി നീക്കി. 1.5 വർഷം ഈ ഒരു നാട്ടിൽ നിന്ന് വിട്ടുപോയതിന്റെ സങ്കടവും വിഷമവും പിന്നെ മക്കളെ കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തി. കൊറോണയൊക്കെ ഏകദേശം അവസാനിച്ചൊരു സമയമാണ്. നാട്ടിലേക്ക് എത്തി. വീണ്ടും നമ്മുടെ ലീഡേഴ്സ്, അതായത് പല ആളുകൾക്കും അറിയാം, നമ്മൾ നിർത്തി പോയാൽ പോലും നമ്മളെ ലീഡേഴ്സ് എന്ത് ചെയ്യും, വീട്ടിൽ ഇങ്ങനെ വന്ന് നമ്മളുമായിട്ട് വീണ്ടും കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മളെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ അവരെ കൂടെ ജോയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരും. അതേപോലെ തന്നെ എന്നെ കാണാൻ എന്റെ ലീഡേഴ്സ് ഒക്കെ വന്നു, സംസാരിച്ചു. സൗദിയിൽ പോയതിന്റെ ഒരു അഹങ്കാരവും അതല്ലെങ്കിൽ അവിടെ നല്ല ജോലി ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യവും, ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു 80,000 രൂപ സാലറി വരെ എത്തുന്ന രീതിയിലുള്ള ഒരു ജോലിയാണ്. അപ്പൊ ആ ഒരു ധൈര്യത്തില് ഈ ഒരു ബിസിനസ്സിലേക്ക് തിരിച്ചു വന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇത്രയും ശമ്പളം ഒന്നും വാങ്ങാൻ ഇനി എന്തായാലും ഈ ബിസിനസ്സിൽ നടക്കൂല എന്നുള്ള തോന്നലുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഞാൻ ബിസിനസ്സിലേക്കില്ല, ഇനി എപ്പോഴെങ്കിലും തോന്നുകയാണ് അന്നപ്പോ ചെയ്യാം എന്നുള്ള രീതിയിൽ. ആ സമയത്താണ് നമ്മുടെ ആനുവലി ഇത് വരുന്നത്, അതായത് നമ്മുടെ ഇയർലി കട്ട് ഓഫ്. ഇയർലി കട്ട് ഓഫില് എന്റെ ID റെഡ് ലിസ്റ്റിൽ വന്നു. അതും പറഞ്ഞു ആ ID പർച്ചേസ് ചെയ്ത് വെച്ചേക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാല് ആ IDന്റെ ഒരു ആവശ്യം എനിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്യാവശ്യം 80,000 രൂപ സാലറി ഉള്ള ഒരു ജോലി ഉണ്ട്. പോരാത്തതിന് എങ്ങനെയായാലും ഞാനിത് ചെയ്യൂല, കാരണം എനിക്ക് അത് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പൊ അവര് പോയി. ഞാൻ ഈ ID പർച്ചേസ് ചെയ്യാൻ യാതൊരു നിലക്കും തീരുമാനിച്ചില്ല. പക്ഷെ എന്റെ അപ്ലൈൻ ലീഡർ, അതായത് ഉസ്മാൻ സാറ് വിട്ടു നിൽക്കാൻ പറ്റിയില്ല. മൂപ്പർ എന്ത് ചെയ്തു, എന്റെ 3 ID പർച്ചേസ് ചെയ്തു. മൂപ്പര് ID പർച്ചേസ് ചെയ്തതിനു ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു, 3 ID ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇനി എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണം തോന്നുകയാണ് അന്ന് വർക്ക് ചെയ്താൽ മതി. ശരി, നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അയാളുടെ നമ്മുടെ ഒരു ഇതായിട്ട് തോന്നുക, അതായത് എന്താ പറയാ, നമുക്ക് വേണ്ടിയിട്ട് അയാൾ അത് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെയാണ് അയാൾ ചെയ്യേണ്ടത്, അല്ലെ എന്റെ അപ്ലൈൻ അല്ലേ, മൂപ്പർക്ക് എന്തോ നേട്ടമുള്ള കാര്യമല്ലേ എന്ന് ചിന്തിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ വേഗം 3,000 രൂപ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു പ്രൊഡക്റ്റ് ഞാൻ എടുത്തോളാം. ഞാൻ എന്താ പറയാ, അത് അന്നപ്പോ എടുക്കാതിരുന്നത് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ഈ ID ബ്ലോക്ക് ആയാലും എനിക്ക് വിഷയമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. പ്രൊഡക്റ്റ് പോയി എടുത്തു. വീണ്ടും ഈ ഒരു എന്താ പറയാ സംസാരവും കാര്യങ്ങളും ഭയങ്കരമായിട്ട് പ്രശ്നമായി. കാരണം മൂപ്പര് ഞാൻ പ്രൊഡക്റ്റ് എടുക്കാൻ പോയ സമയത്ത് വീണ്ടും പ്രോഡക്റ്റ് കമ്പനിനെ കുറിച്ച് പറയലും, കമ്പനി അങ്ങനെയാണ് കമ്പനി ഇങ്ങനെയാണ് എന്നുള്ളത് പറയലും. പിന്നെ ഇത് തന്നെ ഒരു രക്ഷയില്ല. ആ സമയത്താണ് നമുക്ക് രണ്ടാമത് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡിന്റെ അവാർഡ് കിട്ടുന്ന സമയം, അതായത് എലമെന്റ്സ് എന്ന ബ്രാൻഡ്. അതൊക്കെ കാണിച്ചത് സംഭവം ഇതൊക്കെ നമ്മളെ ഉള്ളിലുണ്ട്, പക്ഷെ എന്താണ് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതായത് നമ്മളിത് സമ്മതിച്ചു കൊടുക്കൂല, ഞാൻ ഓക്കെ ആണ് അത് ചെയ്യാന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം എന്നാ പറയാ, അതായത് എന്റെ ലീഡറുടെ ഒരു ദീർഘവീക്ഷണം. ശരിക്കും എനിക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ട്, അദ്ദേഹത്തിന് അതുപോലും ഇല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അഥവാ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചെയ്താലും ഞാൻ എന്താണ് രക്ഷപ്പെടും. അതായത് വൈഫിന്റെ മൂത്താപ്പയാണ് എനിക്ക് ഉപ്പയുടെ സ്ഥാനമാണ്, അതായത് എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത് മൂപ്പര. അദ്ദേഹം അത് പറഞ്ഞപ്പോ, അതായത് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം അത് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടു. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്താല് എന്റെ അപ്ലൈൻ ഒരു വരുമാനം, എന്റെ ഉസ്മാൻ സാറിന് ഒരു വരുമാനം കിട്ടും എന്നുള്ള തോന്നല്, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് ഇനിയും ചെയ്യണം എന്നുള്ള ഒരു തോന്നലിലേക്ക് വന്നു. അതായത് എന്തോ എവിടെയോ ഉള്ളിൽ ഒരു കുരുത്തം എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു സംഭവം. ഞാൻ പറഞ്ഞു, ഞാൻ വേറെ അധികം ഒന്നും ഞാൻ പറയുന്നില്ല, ഒന്നും കൂടി ഞാൻ ശ്രമിക്കാം, ഈ ശ്രമവും കൂടി പാളിയാൽ ഞാൻ എന്തായാലും ചെയ്യില്ല എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തു. ആദ്യത്തെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. വായിക്കാനും അറിയില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം വന്നിരുന്ന് സംസാരിക്കുമ്പോ, അതായത് എന്റെ സുഹൃത്തുക്കളോടും എന്റെ ബന്ധുക്കളോടും ഒക്കെ അദ്ദേഹം പറയുമ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി, ഒരു പക്ഷെ ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതി, ആ സംസാര രീതി, അത് ആളുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ അപ്ലൈൻ എന്താണ് അത്ര പോരാ, കുറച്ച് പോരായ്മകളുണ്ട്, ഓനെ വിളിച്ചിട്ട് കാര്യമല്ല, അല്ലെങ്കിൽ മൂപ്പരെ വിളിച്ചിട്ട് കാര്യമില്ല, മൂപ്പര് പറഞ്ഞാൽ അത്ര മനസ്സിലാവില്ല എന്നുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷെ എനിക്ക് ആ ഒരു തോന്നലൊക്കെ
ഏറ്റവും സംബന്ധം പറയും, ഏറ്റവും പ്രശ്നത്തിൽ അതൊരു ക്ലിയർ ആയിപ്പോയി. അതായത് മൂപ്പര് വന്നു, മൂപ്പര് സംസാരിക്കുമ്പോൾ ആളുകൾ ഐഡിയ എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. ഒരു സാധാരണ പച്ചയായ രീതിയിൽ ഞാൻ എങ്ങനെ പറഞ്ഞാലും കേൾക്കാത്ത ആളുകൾ അദ്ദേഹം വന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡിയ എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അതിൽ കുറച്ച് ചെറിയ ചെറിയ ടീമുകൾ, അതായത് അവിടെയും ഇവിടെയായിട്ട് കുറച്ച് ആളുകൾ എന്റെ കൂടെ ജോയിൻ ചെയ്തു. പിന്നീട് ഉസ്മാൻ സാർ എന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതായത് മൂപ്പര് എന്ത് കാണിച്ചു തന്നോ ആ പ്രവൃത്തി, അതായത് ഡെയിലി നമ്മുടെ കൂടെ വന്ന ആളുകളെ വിളിക്കും. പ്രത്യേകിച്ച് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഡെയിലി വിളിക്കും, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കും, പ്രോഡക്റ്റുകൾ എന്തെങ്കിലും സെല്ലിംഗ് ഉണ്ടോ, സെയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കും, അവർക്ക് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടോ, ഇനി എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണോ, അതായത് നമ്മൾ ഒരു മാറ്റം വരുത്തുക. കമ്പനി ഓൾറെഡി ഈ എക്സ്ചേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ടീമുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അവരെ വിളിക്കും, സംസാരിക്കും, ഡെയിലി കമ്മ്യൂണിക്കേഷൻ നടത്തും. ഈ ഡെയിലി കമ്മ്യൂണിക്കേഷനും ആഴ്ചയിൽ ഒരു മീറ്റിംഗ്, അതായത് എന്റെ ടീമിന്റെ ഒരു മീറ്റിംഗ് ആഴ്ചയിൽ കൂടും. അതിൽ ഒരുപാട് പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കും. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ കൂടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്, അതായത് പുതിയതായിട്ട് ഇപ്പൊ നിലവിൽ കമ്പനി ഒരു കോൺടെസ്റ്റ് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടല്ലേ, മന്ത്ലി മിനിമം പർച്ചേസ് 5000 രൂപയുടെ പർച്ചേസ് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട്. ഇതേ കോൺടെസ്റ്റ് ആ സമയത്ത്, അതായത് ഞങ്ങൾ ഈ മീറ്റിംഗ് കൂടുന്ന സമയത്ത് കമ്പനി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ബ്രാഞ്ച് 1ലും 2ലും 5000 രൂപയുടെ പർച്ചേസ് വരണം, അതായത് ഫ്രഷ് പർച്ചേസ് വരണം. അത് സത്യം പറഞ്ഞാല് അന്നൊരു പ്ലാനിങ്ങോട് കൂടി അത് ചെയ്തു. ഫസ്റ്റ് അതായത് 12 ആളുകൾ ആ ഒരു സമയത്ത് എന്റെ കൂടെ ആ ഒരു പ്ലാനിങ്ങിൽ മുന്നോട്ടേക്ക് വന്നു. ടീമിൽ നിന്നും സപ്പോർട്ടുകൾ വന്നപ്പോൾ ആഴ്ച വരുമാനം മാറി, എല്ലാ ആഴ്ചയിലും വരുമാനങ്ങൾ കൂടി. ഇത് ഭയങ്കര ഒരു സന്തോഷമായി. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്ന് എല്ലാ ആഴ്ചയിലും വരുമാനം വാങ്ങൽ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മളെ കുറെ നെഗറ്റീവുകൾ പോസിറ്റീവുകളായി മാറും. എല്ലാ ആഴ്ചയിലും വരുമാനം ഉണ്ടെങ്കിൽ, വരുമാനം ഇല്ലാത്ത ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകാന്ന് പറയും. വരുമാനം അല്ലെങ്കിൽ കമ്പനിക്ക് പ്രശ്നമാണ്, ലീഡർക്ക് പ്രശ്നമാണ്, പ്രൊഡക്റ്റിന് പ്രശ്നമാണ്. അതല്ലെങ്കിൽ ഇനി ഇല്ലാത്തൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാ എല്ലാ ആഴ്ചയും വരുമാനം ഉണ്ടെങ്കിലോ അല്ലെ, നമ്മുടെ ലീഡേഴ്സിന് എല്ലാ ആഴ്ചയും വരുമാനമുള്ള ലീഡേഴ്സിനോട് ചോദിച്ചാൽ മതിയായി, അവർക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, കമ്പനിയെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും, പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും, എല്ലാ കാര്യത്തിലും നല്ല അഭിപ്രായങ്ങളായിരിക്കും. എല്ലാ ആഴ്ചയും വരുമാനം എനിക്കും വിരലൊടിക്കുമ്പോൾ ഞാനും അഭിപ്രായങ്ങളൊക്കെ മാറ്റി പിന്നെ ഇതൊന്ന് ഫുൾ ടൈം ആയിട്ട് എടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ആ ഒരു സമയത്ത് ആദ്യമായിട്ട്, അതായത് ഒരു ലീഡേഴ്സ് മീറ്റ് ഞാൻ വിളിച്ചു. എന്റെ റാങ്ക് ATC എന്ന് പറഞ്ഞ റാങ്ക് ആയിരുന്നു. ശരിക്കും എന്റെ ആ റാങ്കിൽ ഞങ്ങളെ ടോട്ടൽ ടീമിൽ, അതായത് എന്റെ ധനീഷ് മാധവൻ സാറെ വീക്ക് സൈഡിൽ ആദ്യമായിട്ടാണ് ആ റാങ്കിൽ ഒരു വ്യക്തി ഫാമിലി മീറ്റ് വിളിക്കുന്നത്. ശരിക്കും ലീഡേഴ്സ് ഒന്ന് ഞെട്ടി. കാരണം ഈ ഒരു റാങ്കില് അത്രയും ധൈര്യം കാണിച്ച് നമ്മുടെ എന്താ പറയാ, നമ്മളെ ഓഡിറ്റോറിയത്തിൽ തന്നെ, അതായത് GTS നടക്കുന്ന ഓഡിറ്റോറിയത്തിലാണ് ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ വിളിക്കുന്നത്. അത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് വിളിക്കാൻ മാത്രം ധൈര്യം എവിടെ നിന്ന് വന്നു കുട്ടി എന്നുള്ള ചോദ്യം, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ റെന്റും പോരാത്തതിന് ഈ ഫാമിലി മീറ്റ് വിളിക്കുന്ന സമയത്ത് എന്റെ ടോട്ടൽ ടീമിൽ 20 പേരേ ഉള്ളൂ. അതായത് ബ്രാഞ്ച് 1ലും 2ലും 20 പേരെ വെച്ചിട്ട് അത്രയും വലിയൊരു ഹോളില് ഫാമിലി മീറ്റ്. ശരിക്കും ഞാൻ എടുത്തുചാട്ടാണ് കാണിച്ചതെങ്കിലും എന്റെ ഒരു താല്പര്യമായിരുന്നു. കാരണം ഇതൊരു ഫുൾ ടൈം ആയിട്ട് എടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ ആ ഫാമിലി മീറ്റ് പ്ലാൻ ചെയ്ത സമയത്ത് എന്റെ ടീമിൽ നിന്ന് അടിവാരം സ്വദേശി മഹുവ എന്ന ലേഡി ആദ്യമായിട്ട് പെർഫോമൻസ് ബോണസ് അത് പ്ലാൻ ചെയ്തു. ശരിക്കും ഒരു 2 ഡേ RTP 2 ദിവസം അവിടെ നിന്ന് കണ്ട്, അതായത് ബെല്ലിസാറെ കൂടെ അന്ന് 2 ഡേ RTPക്ക് ജസ്റ്റ് ഒന്ന് പോയതാണ്. കാരണം അറ്റൻഡ് ചെയ്യാൻ പോയതല്ല, എനിക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, ജസ്റ്റ് ഒന്ന് കാണാനും അവിടെ ഒന്ന് ഇരിക്കാനും വേണ്ടിയിട്ട് പോയതാണ്. അന്ന് എന്റെ കൂടെ ഈ അടിവാരം സ്വദേശി മഹുവയും അതുപോലെ തന്നെ എന്റെ കസിൻ ആയിട്ടുള്ള സൈഫുൻ നിസാം വേഡോ അവരെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അന്ന് അവിടെ ഇരുന്ന് ഈ പെർഫോമൻസ് ബോണസിന്റെ ആ ഒരു പ്ലാനിങ് ഇരുന്നു, മുഴുവനായിട്ടും ചാർട്ട് ചെയ്തു, അത് അച്ചീവ് ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ, അതായത് എനിക്ക് തോന്നുന്നു എന്റെ ഒരു അച്ചീവ്മെന്റിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ടീമിൽ ഫസ്റ്റ്, അതായത് ആദ്യമായിട്ടൊരു പെർഫോമൻസ് ബോണസ് ATC എന്ന് പറഞ്ഞ റാങ്കാണ് എന്റേത്. ആ സമയത്ത് ടീമില് ഒരു പെർഫോമൻസ് ബോണസ് അച്ചീവർ ഞാൻ ഉണ്ടാക്കി എന്നുള്ള സന്തോഷം അതെനിക്ക് വളരെയധികം, ശരിക്കും ഈ ഒരു ബിസിനസിന്റെ ത്രില്ല് അനുഭവിക്കുന്ന ആ സമയം തൊട്ടാ. അതായത് ഞാൻ എന്തെങ്കിലും നേടുമ്പോഴല്ല, എന്റെ കൂടെ വന്നവനെ നേട്ടം കാണിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്.
ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പായി ഇനി കൂടെ ഉള്ളവന്റെ റാങ്ക് മാറ്റാനും ഓന് പെർഫോമൻസ് നേടിക്കൊടുക്കാനും കൂടെ നിന്നാല് എന്റെ ആ ഒരു ത്രില്ല് കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പിന്നുള്ളത് ഫാമിലി മീറ്റ് പ്ലാൻ ചെയ്ത ആ സമയത്ത് ടീമിൽ ഒന്നടങ്കം പ്രത്യേകിച്ച് ഒരു നേട്ടവും കാണിക്കാനില്ലാത്തൊരു ഫാമിലി മീറ്റ് ആണെന്ന് വിചാരിച്ചെടുത്ത് ഒരു പെർഫോമൻസ് ബോണസ് അച്ചീവറെ സ്റ്റേജിൽ കയറ്റാനുള്ള പ്രോഗ്രാം ആണെന്നുള്ള മാറ്റത്തിലേക്ക് ആ ഒരു ATC റാങ്കിൽ ആദ്യമായിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാം അല്ലെ ആദ്യമായിട്ടുള്ള ഒരു ഫാമിലി മീറ്റിൽ ATC എന്ന് പറഞ്ഞ റാങ്കിൽ നിന്ന് ഞാനും DTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് ഈ ഒരൊറ്റ പെർഫോമൻസ് ബോണസ് കൊണ്ട് ഞാൻ അങ്ങ് കയറി. ഇത് ശരിക്കും പറയാണ് ടീമിന് മൊത്തത്തിൽ ഞെട്ടിച്ചു. കാരണം ഒരു ഫാമിലി മീറ്റ് പ്ലാൻ ചെയ്തപ്പോഴേക്ക് ഇത്രയും മാറ്റവും ആ ഒരു മാറ്റം ശരിക്കും പറയുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു ഫാമിലി മീറ്റ് 20 ആളുകളെ എന്റെ ടീമിൽ നിന്നുള്ളൂ. പക്ഷെ ആ ടീമിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ടീമിന്റെ ഒരു കൂട്ടായ്മ അല്ലെ ലീഡേഴ്സിന്റെ ഒരു കൈകടത്തല്. അതായത് ലീഡേഴ്സിന് എന്ത് പറഞ്ഞാലും നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ലീഡേഴ്സ് ചിലപ്പോൾ ചീത്ത അറിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യെങ്കിലും ലീഡേഴ്സ് നമുക്കൊരു നഷ്ടം വരരുതെന്ന് എപ്പോഴും മനസ്സ് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ എന്റെ ലീഡേഴ്സ് എന്ത് ചെയ്തു, ആ പ്രോഗ്രാമിലേക്ക് പരമാവധി ആളുകളെ ഓലെ ടീമിൽ നിന്നും അപ്പുറത്തെ ടീമിൽ നിന്നും ലൗലൈനും അപ്ലൈനും എല്ലാവരെയും കൂട്ടിക്കാണ്ട് വന്നു. ആ പ്രോഗ്രാം ഗംഭീരമായിട്ട്, അത് ശരിക്കും പറയുകയാണെങ്കിൽ 20 ആളെ വെച്ച് നടത്താൻ വിചാരിച്ച പ്രോഗ്രാം ഒക്കെ കൂടി 60 ആളുകളെ വെച്ചും കാണാം ആ പ്രോഗ്രാം. അത്രയൊന്നും എത്തും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രോഗ്രാം ഗംഭീരമായി. പെർഫോമൻസ് ബോണസ് അച്ചീവർ സ്റ്റേജുമേൽ കയറ്റിക്കാണ്ട് അവർക്ക് പൊന്നാട് അണിയിക്കലും ആ ഒരു മൊമെന്റും ഒക്കെ കൊടുത്തപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും പെർഫോമൻസ് അച്ചീവ് ചെയ്യണം എന്നുള്ള പൂതി വന്നു. പിറ്റേത്തെ മാസം പിന്നെ ഇരുത്തം തന്നെയാണ്. ഏത് ഈ ഒരു പെർഫോമൻസിന്റെ മുകളിൽ അടുത്ത പെർഫോമൻസ് എങ്ങനെ ഉണ്ടാക്കും. ആ ഒരു മാസവും ഇരുന്നു പ്രവർത്തിച്ചു. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അടുത്ത ഒരു മാസത്തിൽ 1-2 പെർഫോമൻസ് ബോണസ് അച്ചീവർ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ഇവോൾവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത്. അതിൽ പെർഫോമൻസ് ബോണസ് അച്ചീവർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തുണ്ട്, സ്റ്റേജിൽ കയറാനുള്ള അവസരം ഉണ്ട് എന്നും കൂടി പറഞ്ഞു. ടീമിൽ നിന്നും 5 പെർഫോമൻസ് ബോണസ് അച്ചീവർ ആണ് ആ ഒരൊറ്റ മാസം കൊണ്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ശരിക്കും പറയുകയാണെങ്കിൽ 20 ആളുള്ള ATC എന്ന് പറഞ്ഞ റാങ്കിൽ ഒരു ലീഡർ ഒരു ഫാമിലി മീറ്റ് പ്ലാൻ ചെയ്തപ്പോ വലിയ മണ്ടത്തരമാവാൻ സാധ്യതയുണ്ട്, വലിയ സാമ്പത്തിക ബാധ്യതയാവാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചെടുത്ത് പിറ്റേത്തെ മാസമായപ്പോഴേക്കും DTCയിൽ നിന്ന് ZTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് പോവാനും അതിലുപരി ടീമിൽ 5 പെർഫോമൻസ് വിന്നേഴ്സിന് ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചതിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് ആ സമയത്ത് ഞാൻ പെർഫോമൻസ് അടിച്ചിട്ടില്ല കേട്ടോ. അത്രയും പെർഫോമൻസ് അച്ചീവേഴ്സ് എന്റെ ടീമിലുണ്ട്. വീക്ക് സൈഡിൽ നിന്ന് 4 ആള്, വീക്ക് സൈഡിൽ നിന്ന് 4 ആളും പവർ സൈഡിൽ നിന്ന് 1 ആളുമാണുള്ളത്. പക്ഷെ ഞാൻ പെർഫോമൻസ് അടിച്ചില്ല. എന്ത് കളി കളിച്ചിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിലൊരു സങ്കടമൊന്നും ഇല്ല. കാരണം എന്താ, എന്റെ ടീമിൽ നിന്നാണ് അത്രയും അച്ചീവ്മെന്റ് ഉണ്ടായത്. ഞാൻ എന്റെ പെർഫോമൻസിനെ കുറിച്ച് അന്നപ്പോഴും പ്ലാൻ ചെയ്തില്ല. ഒരു പക്ഷെ ഞാൻ അതും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് അടിക്കായിരുന്നു. ഞാൻ എന്റെ ചിന്തയിൽ മൊത്തം ടീമിൽ നിന്നും, അതായത് എന്റെ കൂടെ വന്ന ആളുകള് അവര് രക്ഷപ്പെടുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ആ ഒരു ത്രില്ലിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്ലാനിങ് ഒക്കെ നടത്തിയത്. ഈ പ്ലാനിങ്ങിൽ 2ാമത്തെ ഫാമിലി മീറ്റും അനൗൺസ് ചെയ്തു. അതും നമ്മുടെ ഇതേ ഓഡിറ്റോറിയത്തിൽ തന്നെ. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2ാമത്തെ പ്ലാനിങ് 2ാമത്തെ ഫാമിലി മീറ്റ് നടക്കുന്ന സമയത്ത് ടീമിൽ നിന്നും ടോട്ടൽ നടത്തുന്ന, അതായത് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ഒക്കെ കൂടി ആളുകളെ കൊണ്ടുവരുന്ന പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു എന്റെ ടീമിന്റെ മാത്രം പ്രോഗ്രാമാണ് അത്. 40 ആണ് 40, 20 ആണ് 20, അത് മാത്രമേ ഉണ്ടാവും, വേറെ ഒരാളെ ഞാൻ കേട്ടൂല. അതാണ് അതെന്റെ ഒരു വാശിയായിരുന്നു. ഞാൻ പറഞ്ഞു 40 ആളാണെങ്കിലും പോലും നമ്മൾ ആ പ്രോഗ്രാം നടത്തണം എന്ന് പറഞ്ഞത് 40 അല്ല 60 പേരാണ് ആ പ്രോഗ്രാമിന് പങ്കെടുത്തത്. എനിക്ക് കിട്ടിയ ഒരു എനർജി ഉണ്ടല്ലോ, വെറും 20 ആളുള്ള ടീമിൽ നിന്നും 40ലേക്ക് കയറാനും 40ൽ നിന്ന് 60ലേക്ക് എത്താനും ശരിക്കും 2 മാസം എടുത്തിട്ടുള്ളൂ. ആ സമയം വരെ ഞാൻ വിചാരിച്ച ഈ 2,10,000 കിട്ടുമോ അല്ലെ 2,10,000 പൊട്ടുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ആ സമയത്തൊക്കെ ആഴ്ച വരുമാനം കാണുമ്പോൾ ഞാൻ തന്നെ ഞെട്ടുക. കാരണം 8,000 10,000 ഒക്കെ ഒരാഴ്ചയിൽ വരുമാനം. എന്താ ചെയ്യേണ്ടത്? അത് ശരിക്കും പറയുകയാണെങ്കിൽ പൊട്ടന് ലോട്ടറി അടിക്കാന്ന് പറയില്ലേ, ഇതായിരുന്നു സംഭവം. ടീമിൽ കുറച്ച് അച്ചീവ്മെന്റ് ഉണ്ടായപ്പോ എനിക്ക് വരുമാനം കൂടുന്നത്, ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലോ. ഈ ഒരു പ്രവൃത്തി ആ ഒരു ഫാമിലി മീറ്റ് 2ാമത്തെ ഫാമിലി മീറ്റ് നടത്തിയതിലും വളരെയധികം ഇത് ടീമിന് ഭയങ്കര എനർജിയും ഭയങ്കര പോസിറ്റീവായിട്ട് ആ സമയത്താണ് വിഹാൻ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി, അതായത് ഈ അച്ചീവേഴ്സും ഞാനും എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു ടീമായിട്ട് പോയി ആ വിഹാൻ പ്രോഗ്രാം നമ്മൾ കളർഫുൾ ആയിട്ട്
ആ സമയത്ത് ZTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് കയറിയാൽ എനിക്കും സ്റ്റേജ് കയറാനുള്ള അവസരം കിട്ടി. ടീമിൽ വന്ന ആളുകളൊക്കെ പെർഫോമൻസ് ബോണസിലും. ശരിക്കും അന്നും എന്റെ ഒരു പെർഫോമൻസ് ബോണസ് എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തയില്ല. പക്ഷെ പിന്നീട് എവിടെ നിന്നോ, അതായത് നമ്മളെ ടോട്ടൽ ആളുകളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഒന്ന് കുത്തുക അല്ലേ, ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ ടീമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അഭിനന്ദിക്കുകയല്ല ചെയ്യുക, ഒന്ന് കുത്തുക എന്നുള്ള ചിന്തയില് എന്നോട് ആരോ ഒന്ന് ചോദിച്ചു. സംഭവമൊക്കെ ശരി തന്നെയാണ്, ഇനി എന്റെ ടീമിൽ കുറെ അച്ചീവ്മെന്റ് ഉണ്ടായി, നിനക്കെന്ത് തേങ്ങ കിട്ടിയെന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ഏത് ആ ചോദ്യം ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചു, സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടിയത്. പക്ഷെ ആ സമയത്ത് ഒരു ലോയൽറ്റി ഞാൻ അടിച്ചിട്ടുണ്ട്, അതാരും ശ്രദ്ധിച്ചില്ല. കാരണം ഇത്രയും പെർഫോമൻസ് ഉണ്ടാവുമ്പോൾ നമ്മളെ ലോയൽറ്റി ഒക്കെ അതിന്റെ ഇടയിൽ മുങ്ങിപ്പോകല്ലോ. അപ്പൊ ലോയൽറ്റിക്കൊന്നും വലിയ സംഭവമല്ല, പെർഫോമൻസ് ഇനി അടിച്ചോ എന്നുള്ള ചോദ്യം. അത് ആ സമയത്ത് ZTC എന്ന് പറഞ്ഞ റാങ്കിൽ എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എന്താണ് സങ്കടമായിട്ട് കിടക്കുക. ഈ പറഞ്ഞ ആളുകളൊക്കെ പെർഫോമൻസ് അടിക്കുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. കാരണം TCയിൽ നിന്നും 1,00,000 ബിസിനസ് വോളിയാണ് പറയുന്നത്. അപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സമയത്താണല്ലോ ഓല് പെർഫോമൻസ് അടിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം, അതായത് 2,50,000 ബിസിനസ് വോളിയം വേണം ഇനി പെർഫോമൻസ് അടിക്കണമെങ്കിൽ. അതെനിക്ക് നടക്കില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അതായത് വളരെ കുറഞ്ഞ സമയം, അതായത് ഡിസംബർ മാസം ഈ കഴിഞ്ഞ വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ ഒരു ലൈഫിൽ എനിക്ക് വളരെയധികം വിഷമമുള്ള ഒരു സിറ്റുവേഷൻ വന്നു. എന്റെ ഉമ്മയ്ക്ക് പെട്ടെന്ന് മൂത്രം പോവാത്ത ഒരു സിറ്റുവേഷൻ, മൂത്രവും അതുപോലെ തന്നെ ബാത്റൂമിൽ പോയാലും ഒന്നും പോവാത്ത ഒരു സിറ്റുവേഷൻ വന്നു. നോർമലി നമ്മൾ വിചാരിച്ചത് എന്താ ഗ്യാസ് കയറിയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ക്യാംസിറ്റിയിലായിരുന്നു. ആ സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നത്തില് എന്തോ ഇൻഫെക്ഷൻ കയറി കിഡ്നിക്ക് ബാധിച്ചു. ക്രിയാറ്റിൻ ലെവൽ കൂടി, ഡയാലിസിലേക്ക് മാറി. ശരിക്ക് എനിക്ക് തോന്നുന്നത് ഞാന് അതുവരെ ഈ ഒരു ബിസിനസ്സുമായിട്ട് നടക്കുമ്പോഴൊന്നും ഇത്രത്തോളം സ്ട്രഗിൾ അനുഭവിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും എനിക്ക് വർക്കിന് പോകാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ഉമ്മ പെട്ടെന്നാണ്, ഉമ്മയ്ക്ക് ഈ ഒരു പ്രശ്നം വന്നതും പെട്ടെന്ന് ICUലായി. അതായത് ശരിക്കും ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല എന്നുള്ളവരെ സിറ്റുവേഷനിലായി പോയി. അപ്പോ ആ സമയത്ത് ടീമിൽ നിന്നും ചെറിയ, അതായത് പെർഫോമൻസ് എന്റെ മനസ്സിലുണ്ട്, പെർഫോമൻസ് അച്ചീവ് ചെയ്യണം, എന്റെ റാങ്കും എന്റെ മനസ്സിലുണ്ട്, അതായത് ZTCയിൽ നിന്ന് STCയിലേക്ക് മാറണം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഉമ്മ ഹോസ്പിറ്റലിലാണ്. ശരിക്ക് ഉമ്മ ഹോസ്പിറ്റലായപ്പോ വരുമാനം, അതായത് എനിക്ക് ഇൻകം കൂടുതൽ വേണം. കാരണം ആ ഹോസ്പിറ്റൽ കേസിൽ നിങ്ങൾക്ക് അറിയാലോ, എത്ര പൈസ കിട്ടിയാലും തികയാത്തൊരു സിറ്റുവേഷൻ. വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. രാത്രി അവിടെ ICUല് ഫ്രണ്ടിൽ നിൽക്കണം, അതായത് രാത്രി ഒരാൾ അവിടെ നിൽക്കണം. അപ്പൊ രാത്രി ഉമ്മയുടെ ഹോസ്പിറ്റലിൽ അവിടെ നിന്നു. പകല്, അതായത് രാവിലെ നേരത്തെ ഇറങ്ങും, വർക്കിന് ഇറങ്ങും, അതായത് കിടന്നുറങ്ങാനല്ല, വർക്കിന് ഇറങ്ങും. രാത്രി അവിടെ നിന്നിട്ടുണ്ടെങ്കിലും പിറ്റേന്ന് രാവിലെ വർക്കിന് ഇറങ്ങും. കാരണം വരുമാനം കൂടിയിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള സമയത്ത് നമുക്ക് എന്താണ് വളരെയധികം ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ടീമിൽ പോയി ആ ഒരാഴ്ച കണ്ടിന്യൂസ് നല്ല രീതിയിൽ വർക്ക് എടുത്തിട്ടുണ്ട്. ശരിക്കും ഉമ്മ ICUയിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സുമായിട്ട് വളരെയധികം റിലേറ്റ് ആയത്. കാരണം വേറെ ഏട്ടും ചിന്തിക്കുന്നില്ല, നേരെ വീട്ടിൽ വരും, കുളിച്ചു മാറ്റും, അന്നപ്പോ തന്നെ ഇറങ്ങും, ടീമിലേക്ക് പോകും. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടീമിൽ പോയി സംസാരിച്ചു. ആ ഒരാഴ്ച ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ എഫേർട്ട് എടുത്തതിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒരു വീക്കാണ്. ZTC എന്ന് പറഞ്ഞ റാങ്കിൽ ആദ്യത്തെ ആഴ്ച ലോയൽറ്റി അടിക്കുന്നത്, ആദ്യമായിട്ട് ലോയൽറ്റി അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരാഴ്ച സംഭവിച്ചത്. കാരണം ഞാൻ അന്നത്തെ ആ ഒരു വർക്ക് ഫാസ്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ ആ ഫസ്റ്റ് വീക്കിൽ ലോയൽറ്റി അടിക്കാൻ പറ്റി. പിറ്റേത്തെ ആഴ്ച, രണ്ടാമത്തെ വീക്ക് തുടങ്ങിയ സമയത്ത് തന്നെ എന്റെ വീക്ക് സൈഡിൽ, അതായത് ഇൻകം സൈഡിൽ പെർഫോമൻസിനുള്ള ബിസിനസ് വോളിയം മാച്ചായി. അതായത് വീക്ക് സൈഡിൽ പെർഫോമൻസിന് ഇൻകം മാച്ച് ആയത്, പവർ സൈഡിൽ 1,00,000 ബിസിനസ് വോളിയത്തിന്റെ കുറവും. പവർ സൈഡിൽ നിന്ന് കയറാനാണ് സാധ്യത കൂടുതലുള്ളത്, വീക്ക് സൈഡിൽ നിന്ന് കയറാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ പവർ സൈഡിൽ ഈ 1,00,000 ബിസിനസ് വോളിയം കയറില്ലേ എന്നുള്ളൊരു സംശയം. പക്ഷെ കവന്നൂർ സ്വദേശി എന്റെ പ്രിയപ്പെട്ട ലീഡർ ഉണ്ട്, നാസർ എന്ന് പറയും. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു, നാസർ സാറെ 1,00,000 ബിസിനസ് വോളിയത്തിന് കുറവുണ്ട് പെർഫോമൻസ് അടിക്കാന്, അത് നടക്കുമെന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞു, സാറേ അടുത്ത ആഴ്ച മതിയോന്ന് ചോദിച്ചു. പറഞ്ഞു പോരാ, രണ്ടാമത്തെ ആഴ്ച അടിക്കുന്ന പേര് എനിക്ക് വേണമെന്നാണ്. അത് പറഞ്ഞ് മൂപ്പര് പറഞ്ഞു, എന്നാ ഒരൊറ്റ മിനിറ്റ് ഞാൻ ഇപ്പൊ നോക്കട്ടെ എന്ന് പറഞ്ഞ് മൂപ്പര് ഫോൺ അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞാണ് മൂപ്പര് എന്നെ വിളിച്ചറിയാണ്, സാറേ എന്നാ 2 പോസ്റ്റർ അടിച്ചോളി, ഒന്ന് എന്റെ പെർഫോമൻസും ഒന്ന് നിങ്ങൾ തോന്നുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആ 1,00,000 മൂപ്പര് എവിടുന്ന ഒപ്പിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ
നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമ്മളെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളോ ഒരുപക്ഷെ അയൽവാസികളോ അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആയിരിക്കില്ല കടന്നു വരിക. നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളായിരിക്കും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. അവരായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു പണിയെടുക്കുക. അത് തന്നെയാണ് കാവന്നൂർ സ്വദേശിയായ ഈ നാസർ സാറെ ഞാൻ നേരത്തെ പരിചയമോ അല്ലെങ്കിൽ മുൻകൂട്ടി അറിയില്ല. 2 വർഷം മുമ്പ് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ആ ബന്ധം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും അദ്ദേഹത്തിനെ വിളിക്കാത്തതില്ല. ആ വിളിക്കുന്ന ബന്ധം കൊണ്ടും ആ വീടുമായിട്ടുള്ള അടുപ്പം കൊണ്ടും ആയിരിക്കാം ആ ഒരു ലക്ഷ്യം വെറും അരമണിക്കൂറോട് മുമ്പിലാക്കിങ്ങാണ്ട് 2ാമത്തെ ആഴ്ച തന്നെ പെർഫോമൻസ് ബോണസും STC എന്ന് പറഞ്ഞ റാങ്കും ലോയൽറ്റി എന്ന് പറയുന്നത് അത് ZTCയിലല്ല, ZTCയിൽ നിന്നുകൊണ്ട് STCയുടെ ലോയൽറ്റി അടിക്കാനും ശരിക്കും പറയുകയാണെങ്കിൽ ഒരൊറ്റ ആഴ്ച കൊണ്ട് 60,000 രൂപ ഇൻകം വാങ്ങാനും ആ ഒരൊറ്റ വർക്കിലൂടെ ശരിക്കും പറയുകയാണെങ്കിൽ ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആ ഒരു പരാതിയും പരിഭവവും പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വരുമാനം എനിക്ക് കിട്ടില്ലായിരുന്നു, ആ പെർഫോമൻസ് എനിക്ക് അടിക്കാൻ പറ്റില്ലായിരുന്നു, ആ ലോയൽറ്റിയും. ശരിക്കും പല ആളുകളും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ, ഓനൊരു മെച്ചം കിട്ടിയ സമയത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ശരിക്കും ഞാൻ പറയാ ആ സമയത്ത് ആ ഒരു പൈസ എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയും സ്ട്രഗിൾ അനുഭവിക്കുന്ന സമയത്താണ് ആ വരുമാനം കിട്ടിയത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പല പ്രശ്നങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യാത്ത ആളുകളുണ്ടാവും, പ്രവർത്തിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. പക്ഷെ അതൊക്കെ വെറും വർത്താനത്തിൽ നമ്മൾ പറയുമ്പം പറയാന്നല്ലാണ്ട് അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ളത് ശരിക്കും ആ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഒരൊറ്റ ദിവസം പോലും കൃത്യമായിട്ട് ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ICUവിന്റെ ഫ്രണ്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാല് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. എന്തെങ്കിലും 1-2 സാധനങ്ങൾ വാങ്ങാൻ പോലും വിളിച്ചുകൊണ്ടേയിരിക്കും. അത് അനുഭവിച്ചവർക്ക് അറിയാം അവിടെ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. ശരിക്കും ആ സമയത്തുള്ള എഫേർട്ടും ആ ഒരു വർക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുവരെ ടീമിൽ മാത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള പേര് മാറ്റി എനിക്കും നേടാൻ കഴിയും എന്നും പറഞ്ഞു. പോരാതിന് ആ സമയത്ത് തന്നെ ടീമിൽ നിന്നും പെർഫോമൻസ് അച്ചീവേഴ്സിന് ഉണ്ടാക്കി. അതുവരെ പെർഫോമൻസ് അടിക്കാത്ത 3 പേരെ കൊണ്ട് ഞാൻ പെർഫോമൻസ് പഠിപ്പിച്ചു. ഇത് ഞാൻ ഇറങ്ങി വർക്ക് ചെയ്തതും എന്റെ കൂടെ നിന്ന ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തതാണ്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാ. ഒറ്റക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൂട്ടമായിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് കിട്ടും. ആരെയും നിങ്ങൾ പറ്റിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളുകൾ തയ്യാറാവും. അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടെ നിന്നാൽ മതി. ഞാനിതിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവും എനിക്കറിയില്ല. കുറച്ച് കാര്യം ഞാൻ എടുത്തു പറയാ. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്പുകളാണ്. ഒന്ന്, നിങ്ങൾക്ക് വിവരവും വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളെ കൂടെ വന്നവരെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത് മാത്രം മതി. നിങ്ങൾ അവിടെ ഒന്നും പഠിപ്പിക്കണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളെ കൂടെ വന്നവരെ സ്നേഹിക്കുക. 2 ആളാണ് 2 ആള്, അത് നിങ്ങളെ കൂടെ വന്ന ആളുകളാണ്. ഒരിക്കലും നിങ്ങളെ ഡൗൺലൈൻ അല്ല, നിങ്ങളെ താഴെ വന്നവരല്ല, നിങ്ങളെ കൂടെ വന്നവരാണ്. അവരെ 2 കൈയും ചേർത്തും കൂടെ പിടിക്കുക. പവർ വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർത്താനം ഇവിടെ പാടില്ല. രണ്ടും നമ്മളെ ടീമാ. ഞാൻ അങ്ങനെ പറഞ്ഞതിനെ കൊണ്ടാണ് എന്റെ പവർ സൈഡിൽ നിന്ന് കയറേണ്ട ബിസിനസ് പോലെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും കയറിയത്. വീക്ക് സൈഡിൽ നിന്നല്ല, പവർ സൈഡിൽ നിന്ന്. ഈ പവർ സൈഡും വീക്ക് സൈഡും ഇത് നമ്മളെ ടീമാ. അത് ലീഡർ വന്നിട്ട് നോക്കണം എന്നുള്ള ചിന്തയെ പാടില്ല. പിന്നെ ഓഫറുകള്, അതായത് ചില ആളുകൾ ഭയങ്കര ഓഫർ ഇടലുണ്ട്. എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട്. പവറിലേക്ക് തരാ, അങ്ങോട്ട് പോര്, അവിടെ നിക്ക, എന്റെ ലീഡർമാരെക്കാട്ടി നല്ല ലീഡർമാരാണ്, ഏത് വിവരമുള്ള ലീഡർമാരാണ് എന്നൊക്കെ പറഞ്ഞ് പലരും വരും. അതൊക്കെ വേറും തോന്നലാ. നമ്മൾ എവിടെ ചെന്നാലും വന്ന് കയറുന്നിടത്ത് എന്താണ്, നമ്മൾ വെറും വരത്തന്മാരായി മാറും. അത് മനസ്സിലാക്കുക. നിൽക്കുന്നിടത്ത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എന്റെ അപ്ലൈന് വിദ്യാഭ്യാസം ഇല്ല, ഓരെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല, ഒന്നുമില്ല. പക്ഷെ എന്താ, ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചു. പിന്നെ കുരുത്തം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുവരെ അഹങ്കാരമായിട്ട് നിന്ന ഞാന് ആ അഹങ്കാരമായിട്ട് ഒഴിവാക്കൽ ഒടിയപ്പോ എന്തായി, ലീഡേഴ്സ് പറയുന്നത് കേട്ട സമയത്ത് അതിൽ അവരെന്താണോ പറയുന്നത് അതൊന്ന് ചെവി കേട്ടു കൊടുക്കുക. വേറൊന്നുമില്ല, ഓരോട് നെഗറ്റീവ് പറയാതിരിക്കുക. ഓരോട് നെഗറ്റീവ് പറഞ്ഞാൽ നമ്മളോട് നെഗറ്റീവ് പറയും. ഇത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന മാതിരിയാ. ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ പറയാറുണ്ട്, എന്ത്, ഇത് ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ബിസിനസ് ആണ്, അല്ലെ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രൊഡക്റ്റ് ആണ്. സത്യമാണ്, ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ. ഇവിടെ നിങ്ങൾ എന്ത് പണി കൊടുത്താലും അത് സ്പോട്ടിൽ തിരിച്ചും കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞാൻ എന്താണോ എന്റെ ലീഡറോട് പറയുന്നത് അത് തന്നെ എന്റെ അസോസിയേറ്റിനോട് പറയും. ഞാൻ എന്ത് പറഞ്ഞോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇന്നലെ അയ്യൂബ് സാറ് വിളിച്ചു. അയ്യൂബ് സാറ് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ല. ഇത് സാറ് പറഞ്ഞു നാളെ മോർണിംഗ് മീറ്റിൽ വന്ന എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞുള്ള ശീലമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് കഴിയോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അയ്യൂബ് സാറ് പറഞ്ഞു
നമ്മുടെ അപ്ലൈനാണ്, നമ്മളെ ലീഡറാണ്. ടീമോ അല്ലെങ്കിൽ വേറൊന്നൊന്നല്ല. മൈലേഫ് ചെയ്യുന്ന ലീഡറാണോ അത് നമ്മളെ ലീഡറാണ്, വേറെ ഒന്നുമില്ല. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. സാറ് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമില്ല. ഈ തീരുമാനം നിങ്ങൾക്കും വേണം. എങ്കിലേ നിങ്ങളെ ടീം നിങ്ങൾ പറയുമ്പോൾ കേൾക്കുള്ളൂ. ഞാനിത് ഏറ്റെടുത്തില്ല, ഞാൻ സാറ് പറയുന്നത് കേട്ടില്ല, ഒരു പ്രശ്നവുമില്ല, സാറിന് എന്നോട് ദേഷ്യം ഉണ്ടാവില്ല. കാരണം എന്താ, സാറിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതാണ്, അതിനെക്കൊണ്ടൊന്നും പറയാനില്ല. എനിക്ക് പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവും. സാറിന്റെ ടീമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ട് വരാനുള്ള, എന്റെ ടീമിൽ നിന്ന് ഇതേ ചിന്ത വർത്താനം എനിക്ക് വരും. നാളെ ഞാൻ എന്റെ ടീമിൽ ഒരു ലീഡറെ വിളിച്ചും കാര്യം പറയുമ്പോൾ അവരതനുസരിക്കില്ല. ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നിങ്ങളെ ടീമിനെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളെ തിരിച്ചവര് സ്നേഹിക്കും. നിങ്ങൾ നിങ്ങളുടെ ടീമിനെ പറ്റിക്കുന്നുണ്ടോ, ഉറപ്പായിട്ടും നിങ്ങളെ പറ്റിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ തിരിച്ചു പറ്റിക്കൽ ഉറപ്പായിട്ടും കിട്ടും. ഒരു ബിസിനസ് വോളിയം പോലും പറ്റിക്കാൻ കൃത്യമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, നിങ്ങളെ ഒരാളും പറ്റിക്കില്ല. പിന്നെ എടുത്തു പറയാ, ഈ ബിസിനസ്, അതായത് MI ലിസ്റ്റിൽ എന്ന കമ്പനി, നിങ്ങൾ ഏതെങ്കിലും ഒരു ആപത്ത് ഘട്ടത്തിലാണെങ്കിൽ സത്യം പറഞ്ഞ ടീമും ബിസിനസ്സും കമ്പനിയും ഒരുപോലെ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇത്രയും കട്ടക്ക് സപ്പോർട്ടുള്ള ഒരു കമ്പനി, ഒരു മേഖല ഇല്ല എന്നുള്ളത് ഞാൻ 100% എഴുതി ഒപ്പിട്ട് തരാം. കാരണം അത്രയും സ്ട്രഗിൾ അനുഭവിച്ച സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിയത്. അത് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും എന്നുള്ളത് ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളിലാണ്. ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ഐക്യം, അതായത് നമ്മൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളുമായിട്ട് പലതും പറയുകയും തെറ്റുകയൊക്കെ ചെയ്യെങ്കിലും ആ ഒരു ഐക്യം നിലനിർത്തുക. അതായത് ലീഡേഴ്സിനോട് ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ലീഡേഴ്സ് അസോസിയേറ്റിനെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവം നോർമലി നമ്മളെ മനുഷ്യന്മാരുടെ സ്വഭാവം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ പറയുമ്പോ, അതായത് അതെന്റെ മിസ്റ്റേക്ക് ആണെന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുക. അവരെന്ത് ചെയ്യരുത്, തിരിച്ച് ആ ഒരു വർത്താനം പറഞ്ഞ എന്നാ അവനൊന്ന് പഠിപ്പിക്കുക എന്നുള്ള ചിന്തയിലേക്ക് പോവാതെ അവര് പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ചില പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുമല്ലോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറെ പ്രശ്നങ്ങൾ, ആ പ്രഷറുകളൊക്കെ അങ്ങ് ഒഴിവാക്കുക. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഒന്നിലും എന്തില്ല, നെഗറ്റീവ് ഇല്ല. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പലരും പറഞ്ഞു ഓന്റെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. അള്ള തരുന്നതാണ്, ഒരിക്കലും നമുക്ക് കഷ്ടപ്പാടെന്ന് പറയാൻ പറ്റൂല. ആ സമയത്തും പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ബിസിനസ്സിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പരാതികളും പരിഭവങ്ങളും ഒക്കെ അവിടെ വെക്കുക. എല്ലാ പ്രശ്നങ്ങളും എന്താണ്, അത് മാറണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചിക്കിളി വന്നാൽ എന്താണ്, പ്രശ്നങ്ങളൊക്കെ തീർന്ന്. ചിക്കിളി കയ്യിലുണ്ടോ പിന്നെ എന്ത് പ്രശ്നോ, എവിടെ പ്രശ്നോ, ആർക്കും പ്രശ്നമല്ല. ഒരു പരാതി ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഏത് പ്രോഗ്രാമിന് പോകാനും തയ്യാറാണ്, എന്തിനും തയ്യാറാ. അത് വേണമെങ്കിൽ ആദ്യം ചെയ്യണോ, എല്ലാ പ്രോഗ്രാമും പങ്കെടുക്കണം, എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം. ഒന്നിനും ഒരു മടി കാണിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ടും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ സ്ഥിരത എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഞാൻ സ്ഥിരമായിട്ട് അത് ചെയ്യും എന്നുള്ളത്. ഏതായാലും എല്ലാ ആളുകൾക്കും വലിയ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ. ഈ ഒരു പ്രോഗ്രാമിലും ഈ ഒരു മീറ്റിംഗിലും പങ്കെടുത്ത് നിങ്ങളുടെയൊക്കെ മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു ഓൾ.